നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ട ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ പോയ സീസണിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടുമെന്ന് എല്ലാവരും കരുതിയ രണ്ട് ടീമുകൾ, ആ ടീമുകൾ തമ്മിൽ ഇത്തവണ ലീഗ് ഘട്ടത്തിലൊരു കളി വരുന്നു. ബാഴ്സയും PSG-യും തമ്മിൽ. കഴിഞ്ഞ തവണ അത്തരമൊരു ഫൈനൽ സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ അവസാനം ബാഴ്സയ്ക്ക് സെമി ഫൈനലിൽ കാലിടറിയതുകൊണ്ട് അത് സംഭവിച്ചില്ല. ജോലാപോട്ടയൊക്കെ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന്. ഇപ്പോഴിതാ ഈ രണ്ട് ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടാൻ പോകുന്നു. പാരീസ് സെൻ ജർമ്മൻ FC ബാഴ്സലോണയുമായിട്ട് കളിക്കുന്നത് ബാഴ്സയുടെ ഹോം ഗ്രൗണ്ടിലാണ്. എന്നാൽ ഫിക്സർ നിർണയത്തിൽ അങ്ങനെയാണ് തീരുമാനമായത്. ഈ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം PSG-യുടെ ചെയർമാനായിട്ടുള്ള നാസർ അൽ ഖലീഫി അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. ഖലീഫി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് ഈ ഒരു കളിയിൽ എന്ന്. രണ്ട് മികച്ച ക്ലബ്ബുകൾ തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ യുവേഫ TV പുറത്തുവിടുന്നത് എങ്ങനെയാണ്? ബാഴ്സലോണ വേഴ്സസ് PSG, അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഈ ഒരു മാച്ച് എല്ലാവരും കാത്തിരിക്കുന്ന മത്സരമാണ്. രണ്ട് ഗ്രേറ്റ് ക്ലബ്ബുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഞങ്ങൾക്ക് ബാഴ്സയോട് നല്ല റെസ്പെക്റ്റ് ഉണ്ട്. അവരൊരു ഗ്രേറ്റ് ക്ലബ്ബാണ്. പക്ഷേ ഞങ്ങളും അങ്ങനെ ഗ്രേറ്റ് ക്ലബ്ബ് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും ബാഴ്സയെപ്പോലെ ഗ്രേറ്റ് ക്ലബ്ബാണ് തങ്ങളുമെന്ന് നിലവിലെ ചാമ്പ്യന്മാരായ PSG-യുടെ ചെയർമാൻ പറയുന്നു. ആ രണ്ട് ഗ്രേറ്റ് ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരത്തിന് വളരെ ആകാംക്ഷയോടുകൂടി എല്ലാവരെയും പോലെ അദ്ദേഹവും ഉറ്റുനോക്കിയിരിക്കുന്നു. എന്ത് സംഭവിക്കും ഈ കളിയിൽ? ഇപ്പോഴത്തെ PSG-യുടെ ഫോം നമുക്കറിയാമല്ലോ. ബാഴ്സയുടെ പയ്യന്മാർ ആരെയും മലർത്തിയടിക്കാൻ കെൽപ്പുള്ള ആവേശത്തിൽ കളിച്ചാൽ ആർക്കൊക്കെ പണി കിട്ടുമെന്ന് നമ്മൾ പോയ സീസണിൽ കണ്ടതുമാണ്. അതുകൊണ്ട് മികച്ചൊരു പോരാട്ടം അവിടെ നടക്കും എന്ന് തന്നെ കരുതാം. ഇപ്പോൾ ബാഴ്സലോണയുടെ എതിരാളികളായിട്ട് ഈ ചാമ്പ്യൻസ് ലീഗിൽ ലീഗ് ഘട്ടത്തിൽ PSG, ചെൽസി, ഫ്രാങ്ക്ഫർട്ട്, ക്ലബ് ബ്രൂഗെ, ഒളിമ്പിയാക്കോസ്, സ്ലാവിയ പ്രാഹ, കോപ്പൻഹേഗൻ, ന്യൂകാസിൽ യുണൈറ്റഡ് എന്നിവരാണ് ഉള്ളതെങ്കിൽ PSG-യുടെ എതിരാളികളായിട്ട് ബയേൺ മ്യൂണിക്ക്, ബാഴ്സലോണ, അറ്റ്ലാന്റ, ബയർ ലെവർക്യൂസൻ, ടോട്ടനാം ഹോട്ട്സ്പർ, സ്പോർട്ടിംഗ് CP, ന്യൂകാസിൽ യുണൈറ്റഡ്, അത്ലറ്റിക് ക്ലബ്ബ് എന്നിവരാണുള്ളത്. കടുത്ത എതിരാളികൾ തന്നെയാണ് ഇത്തവണയും PSG-ക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.